നമസ്കാരം. ഏറ്റവും കൂടുതൽ ഹിന്ദു ക്ഷേത്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. പുരാതനമായ, പ്രാചീനമായ, ചരിത്രപരമായ എത്രയോ മഹാക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ട്. എന്നാൽ തമിഴ്നാട് ഭരിക്കുന്ന DMK സർക്കാരിന് ഈ ക്ഷേത്രങ്ങളോടും ഹിന്ദു വിശ്വാസങ്ങളോടും ഹിന്ദു ആചാരങ്ങളോടും ഒക്കെ ഒരുതരം പുച്ഛമാണ്, അല്ലെങ്കിൽ ഒരുതരം വൈരാഗ്യമാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പിതാവ് M കരുണാനിധി, ഇദ്ദേഹം ഈ ശനീശ്വരൻ, അദ്ദേഹത്തിന് കുറെ കാലം ശനിദശയായിരുന്നു. ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ ഷോളുകളുടെ നിറം, മഞ്ഞ ഷോള്, ചുവപ്പ് ഷോളുകൾ ഇങ്ങനെ മാറി മാറി ധരിക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വാസമൊക്കെയുണ്ട്, പക്ഷേ ഹൈന്ദവരെ എങ്ങനെങ്കിലും ഉന്മൂലനം ചെയ്യണം, അല്ലെങ്കിൽ ഹൈന്ദവ ഏകീകരണം തടയണം, ഹിന്ദു വിശ്വാസങ്ങളെ ഹനിക്കണം എന്നുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന കക്ഷിയും അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഒക്കെ തന്നെ കാലങ്ങളായി പ്രവർത്തിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ ഹിന്ദു ജനവിഭാഗവും അവിടുത്തെ സംഘപരിവാർ സംഘടനകളും BJPയും ഒക്കെ തന്നെ ഈ വിഷയത്തെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്തുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇത്തരത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള DMKയുടെ നീക്കങ്ങളും ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ ആരോപിച്ച് DMK സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്ത രംഗരാജൻ നരസിംഹൻ എന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ DMKയുടെയും DMK നേതാക്കളുടെയും അറിവോടെയാണ് പല ക്ഷേത്രങ്ങളിലും DMK അംഗങ്ങൾ അല്ലെങ്കിൽ DMK പ്രവർത്തകർ കടന്നുകൂടി ഇത്തരത്തിലുള്ള അഴിമതികളും ക്രമക്കേടുകളും നടത്തുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചാണ് ഈ രംഗരാജൻ നരസിംഹൻ പരാതി നൽകിയത്. ഇദ്ദേഹത്തെ അതിക്രൂരമായി റോഡിലിട്ട്, പൊതുവഴിയിലിട്ട് മർദ്ദിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. ഇദ്ദേഹത്തെ ട്രിച്ചി കോടതി വളപ്പിൽ വെച്ചാണ് DMK റൗഡികൾ ആക്രമിച്ചത്. കുറഞ്ഞത് ഇത് പരമാവധി ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്താണ് ഇത് അയച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന, ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ സത്യസന്ധനായ വ്യക്തിക്കെതിരെ നമ്മൾ വലിയ പാപം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നിരിക്കുന്നത്. വീഡിയോ ഒന്ന് കാണാം. കോടതി വളപ്പിൽ വെച്ച് ഒരു ഹൈന്ദവ അവകാശ പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസ പ്രവർത്തകന് ഇത്രയും ആക്രമണം ഉണ്ടാകണമെങ്കിൽ ഇയാളെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ DMK റൗഡികൾ എന്ത് ചെയ്യും? തമിഴ്നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും DMKക്ക് റൗഡികളുണ്ട്. തൃണമൂലിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. പ്രത്യേകമായി പരിശീലനം കിട്ടിയ റൗഡികൾ. ഈ രംഗരാജൻ നരസിംഹനെ ഒരു ദിവസം വഴിയിൽ കൊന്നിട്ടാൽ പോലും ആരും ചോദിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശക്തമായി ഈ ഒരു വിഷയത്തിൽ ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും മറ്റ് സംഘപരിവാർ സംഘടനകളും ഒക്കെ തന്നെ പ്രതികരിക്കണം. ഹൈന്ദവ സമൂഹം, വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഹൈന്ദവ സമൂഹം ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. ഇദ്ദേഹത്തിന്റെ ഈ ഒരു നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടത് ശരിക്കും ഹൈന്ദവ അവകാശങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് ശ്രീ രംഗരാജൻ നരസിംഹൻ. ഇദ്ദേഹത്തിന്റെ ജീവന് ആപത്ത് വരാതിരിക്കാൻ കാത്ത് രക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി, ഹൈന്ദവ സമൂഹത്തിന്റെ കൂടി കടമയാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.